പ്രിയപ്പെട്ടവരെ നമസ്കാരം. പെപ്റ്റോക്കിൻ്റെ 6ാം ദിനത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ മനസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നും അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. കാരണം ഞാൻ ഈ 2 ആഴ്ചത്തെ പെപ്റ്റോക്ക് ഒരു അളന്ന് വെച്ചിട്ടുള്ളത് എൻ്റെ ഐയിലേക്കുള്ളൊരു യാത്രയായിട്ടാണ്. ഞാൻ എന്നെ കണ്ടെത്തട്ടെ, അതായത് എൻ്റെ ഐ ശരിയായാലേ എൻ്റെ വി ആൻഡ് ഇറ്റ് ശരിയാവൂ എന്നുള്ള ഒരു തീരുമാനമാണ് എനിക്കുള്ളത്, അല്ലെങ്കിൽ ഒരു കണ്ടെത്തലാണ് എനിക്കുള്ളത്. നിങ്ങൾക്കും ചിലപ്പോൾ അത് സഹായകരമായേക്കാം എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഐയിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും ഞാൻ മനസ്സിനെ പറ്റി ചിന്തിച്ചപ്പോൾ, മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പറയാറ്. പക്ഷെ പറയാനൊക്കെ എളുപ്പമാണ്. മനസ്സ് ഒരു വള്ളി പോലെയാണ്, അതിനെ എപ്പോഴും അങ്ങോട്ട് ചുറ്റിപ്പടർന്ന് കയറണം. ഈ നിമിഷം കിട്ടുന്നത് എന്താണോ അതിലതങ്ങോട്ട് കയറി പറ്റും. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലോ കഴിഞ്ഞ കാലത്തിലേക്കോ അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അത് പിടിച്ചുകൊണ്ട് വരും. ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഞാൻ ശരിക്കും ആസ്വദിച്ചിരുന്നു. ഒരു ദിവസം എടുത്താൽ എത്ര ആസ്വദിക്കുന്നു നമ്മൾ ആ ദിവസത്തെ. എന്താ ഇപ്പം ഇത്ര ആസ്വദിക്കാനെന്ന് ചിലപ്പോൾ തോന്നും. എല്ലാ ദിവസത്തെ പോലെ ഇന്നും, പതിവ് പോലെ ഇന്നും. പക്ഷേ എന്ത് ചെയ്യുന്നതിനെയും ആസ്വദിച്ച് ചെയ്യുക എന്നതാണ് മൈൻഡ്ഫുൾനെസ്. ഇഷ്ടപ്പെട്ട് ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ കഷ്ടപ്പാട് ഫീൽ ചെയ്യുമെന്നാണ് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് എന്നാൽ ഇഷ്ടപ്പെട്ട് ചെയ്യുക എന്നതാണ്. അതായത് ഈ നിമിഷത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. പ്രസൻറ്റ് മൊമെൻറ്റിൽ നിൽക്കാനായാൽ, അല്ലെങ്കിൽ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിൽക്കാത്ത മനസ്സാണ് ഡിപ്രഷൻ വരുത്തുന്നത്. മൈൻഡ്ഫുൾനെസ് എന്നത് ഞാൻ എവിടെയാണെന്നും ഞാൻ എന്താണ് എന്നതിനെക്കുറിച്ചും ഞാൻ എന്താണ് ചെയ്യുന്നതെന്നതിനെക്കുറിച്ചും ബോധവാന്മാരാകാനുള്ള ഒരു അടിസ്ഥാന മനുഷ്യൻ്റെ കഴിവാണ്. മാത്രമല്ല, എൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ഞാൻ അമിതമായി പ്രതികരിക്കുകയോ അത് ചെയ്യാതിരിക്കുക, പ്രതികരിക്കുക എന്നത് ഒഴിവാക്കുക, അതൊക്കെയാണ് മൈൻഡ്ഫുൾനെസ്. ഈ നിമിഷത്തിൽ എൻ്റെ മനസ്സിനെ ഞാൻ പിടിച്ചു നിർത്തുക. മനസ്സെപ്പോഴും പതറിപ്പോകാം, പക്ഷേ ഒരു കുട്ടിയെ പോലെ നമുക്ക് മനസ്സിനെ ഇങ്ങോട്ട് വിളിക്കാം. പ്ലീസ് കം വിത്ത് മീ, ജോയിൻ വിത്ത് മീ എന്ന് പറയാം. ടി വി കണ്ട് ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ. മനസ്സ് ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ നോക്കുന്നുണ്ടാവും, അടിച്ചു വാരുമ്പോൾ, സംസാരിക്കുമ്പോൾ മനസ്സൊന്നും പല സ്ഥലത്ത് നിൽക്കാറില്ല. അപ്പോൾ അങ്ങനെ പതറിപ്പോകുന്ന മനസ്സിനെ നമ്മൾ വേഗം കൊണ്ട് വിളിച്ചു കൊണ്ടുവരിക. പക്ഷികളെയും മൃഗങ്ങളെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കൂ, എത്ര ശ്രദ്ധയോടെയാണ് അവർ ആ കാര്യം ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മാത്രം അശ്രദ്ധമായി ഭക്ഷണം കഴിക്കുന്ന ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. മനസ്സർപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമുക്കൊന്ന് ചിന്തിച്ചാലോ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ എൻ്റെ മനസ്സർപ്പിക്കുന്നുണ്ടോ? അതിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടോ? ആസ്വദിക്കുന്നുണ്ടോ? 1-2 ആക്ടിവിറ്റീസ് പറയാൻ തോന്നുകയാണ് ഈ മനസ്സിനെ ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിർത്താനുള്ള. ഒന്നാമത്, വെറുതെ നമ്മൾ നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് കണ്ണടച്ചിരിക്കുക. ഇമോഷൻ സ്റ്റെബിലിറ്റി നമുക്കുണ്ടാകും. മറ്റൊരു ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ, നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ആക്ടിവിറ്റി നമുക്കും ചെയ്യാം. അതായത് നമ്മുടെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ ലെഫ്റ്റ് കൈപ്പത്തി ആ പേപ്പറിൽ ഇങ്ങനെ കമത്തി വെച്ചിട്ട് നമ്മൾ വാച്ച് കെട്ടുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് വരയ്ക്കാൻ തുടങ്ങുക. അങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ താഴെ നിന്ന് വരച്ച് മുകളിലേക്ക് മുകളിലേക്ക് പതുക്കെ വരയ്ക്കുക. അപ്പോൾ ചെറുവിരലിൻ്റെ മുകളിലേക്ക് വരയ്ക്കുമ്പോൾ നമ്മുടെ ബ്രീത്ത് ഇൻ, ഉള്ളിലേക്ക് ശ്വാസം വലിക്കുക. ആ ചെറുവിരലിൻ്റെ താഴേക്ക് വരുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക, പുറത്തേക്ക് ശ്വാസം വിടുക. വീണ്ടും പതുക്കെ നമ്മുടെ റിംഗ് ഫിംഗറിലേക്ക് വരയ്ക്കുക. അങ്ങനെ മുകളിലേക്ക് വരയ്ക്കുമ്പോൾ, ഓരോ വിരലിൻ്റെ മുകളിലേക്ക് വരയ്ക്കുമ്പോഴും ബ്രീത്ത് ഇൻ, താഴേക്ക് വരുമ്പോൾ ബ്രീത്ത് ഔട്ടായിട്ട് നമ്മൾ 5 വിരലുകളും വരച്ച് താഴേക്ക് റിസ്റ്റ് വരെ വരയ്ക്കുക. അതിനുശേഷം നമ്മുടെ റൈറ്റ് ഹാൻഡ് വയ്ക്കുക. വീണ്ടും റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കുക. ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ തോട്ട് അങ്ങനെ നിൽക്കും. ഈ ഒരു നിമിഷത്തിൽ ശ്രദ്ധിക്കാനുള്ളൊരു പ്രത്യേക കഴിവ് നമ്മളിലുണ്ടാവും.
ശ്രദ്ധയോടെ ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ് വിനിയോഗിക്കാനുള്ളൊരു മനസ്സ് നമുക്കങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുമെന്നൊരു പാഠമാണ് ഈ ഒരു 2 ആക്ടിവിറ്റി തരുന്നത്. അപ്പോൾ ഈ രണ്ടും നമുക്ക് ഇടയ്ക്കൊക്കെ ചെയ്യാം. ഈ നിമിഷം സുന്ദരം. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. സന്തോഷം. എല്ലാവർക്കും നന്ദി. നമസ്കാരം.